ഹലോ സ്റ്റുഡൻസ്, ഇൻഫോർമേഷണൽ കമൻസിനെ കുറിച്ചിട്ടുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 3 ഇൻഫോർമേഷണൽ കമൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു 4 ഇൻഫോർമേഷൻ കമൻസിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഫ്രീ, അതുപോലെ തന്നെ ക്ലിയർ, എക്കോ ആൻഡ് മോബ്. ഇതാണ് 4 ഇൻഫോർമേഷൻ കമൻസ്. ഇതിൽ നമ്മൾ എക്കോ ഒക്കെ നമുക്ക് ആദ്യം അറിയുന്നതാണ്. എനിവേ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി കൂടുതലായിട്ട് ഓരോ കമൻസിനെ കുറിച്ചിട്ടും പറയാൻ പോവാണ്. ഫസ്റ്റ് വേണ്ട ഫ്രീ കമൻറ്റ്. ഫ്രീ കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഡിസ്പ്ലേ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്രീ സ്പേസ് അവൈലബിൾ അലോങ് വിത്ത് ദ എമൗണ്ട് ഓഫ് മെമ്മറി യൂസ്ഡ് ആൻഡ് സ്വാപ്പ് മെമ്മറി ഇൻ ദ സിസ്റ്റം ആൻഡ് ആൾസോ ദ ബഫർ യൂസ്ഡ് ബൈ ദ കേർണൽ. എന്താ പറയുന്നത്? ഫ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്രീ കമൻറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്രീ സ്പേസ് അവൈലബിൾ അലോങ് ദ എമൗണ്ട് ഓഫ് മെമ്മറി, അഥവാ നമ്മൾ ടോട്ടൽ മെമ്മറി എത്രയാണ്, അതിൽ എത്ര മെമ്മറി ഫ്രീ ആയിട്ട് ഇപ്പോൾ ഉണ്ട് സിസ്റ്റത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ സ്വാപ്പ് ചെയ്തിട്ടുള്ള മെമ്മറി എത്രയാണ്, ബഫർ ഏരിയ, ബഫറിലുള്ള മെമ്മറി, ബഫറിൻ്റെ ആ ഒരു ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെമ്മറി എത്രയാണ്, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഡിസ്പ്ലേക്കും. എത്ര ഡിസ്പ്ലേ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്രീ മെമ്മറി, ഫ്രീ ആയിട്ടുള്ള മെമ്മറി എത്രയാണ്, ടോട്ടൽ എത്രയാണ്, ബഫറിലുള്ള എത്രയാണ്, സ്വാപ്പ് ചെയ്ത മെമ്മറി എത്രയാണ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമൻറ്റാണ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. ഈ കമൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്തെങ്കിലും. അപ്പോൾ നമ്മളൊരു വലിയൊരു പ്രോഗ്രാം എന്താണ് ചെയ്യാൻ പോവുകയാണ്. ആ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോഗ്രാം അതിനുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ മതി, ഈ ഒരു ഫ്രീ കമാൻഡ് എന്നുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഇത് കാണാൻ പറ്റും. എന്തൊക്കെയാണ് ഫ്രീ ഉള്ളത്, ഏതൊക്കെ സ്പേസാണ് ഫ്രീ ഉള്ളത്, ഫ്രീ ഇല്ലെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ സിന്നാക്സ് ആണ്, ഫ്രീയുടെ സിന്നാക്സ് ആണ് ഫ്രീ. അതേപോലെ തന്നെ സ്പേസ് ഇട്ടിട്ട് നമ്മൾ ബാക്കിയുള്ളതിൽ പറഞ്ഞ പോലെ തന്നെ കുറേ ഓപ്ഷൻസൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ, ഫ്രീ കമൻറ്റിൻ്റെ കൂടെ. സോ സിംപ്ലി ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് കാണാൻ പറ്റും. എ ഫ്രീ ഡിസ്പ്ലേ ദ ഡീറ്റെയിൽ ഓഫ് ദ മെമ്മറി റിലേറ്റഡ് ടു യുവർ സിസ്റ്റം. ഇറ്റ്സ് syntax does not need any argument to be passed but only options which you can use according to your wish. എന്താ പറയുന്നത്, ഫ്രീയുടെ സിൻടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്രീ എന്ന് മാത്രം, വേറെ ഒന്നും അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്നുമില്ല, ഫ്രീ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ്, ഓപ്ഷൻസ് ആണ്. അത് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഓപ്ഷൻസ്, നമ്മൾ ബാക്കിയുള്ള കമൻസിൻ്റെ കേസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ. സോ ഏതൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്രീ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെ ഒരു റിസൾട്ട് ആയിരിക്കും. അഥവാ ടോട്ടൽ എത്ര മെമ്മറി ഉണ്ട്, അതിലെത്ര യൂസ്ഡ് ആണ്, എത്ര ഫ്രീ ആണ്, എത്ര ഷെയർഡ് ആണ്, എത്ര ബഫർ മെമ്മറി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കാണിച്ചു തരുന്നു നമുക്ക്. ബഫർ ക്യാഷ് എത്രയാണ്, സ്വാപ്പ് ചെയ്തത് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ടോട്ടൽ എത്ര യൂസ് ചെയ്തു, എത്ര ഫ്രീ, എത്ര ഷെയർഡ്, എത്ര ബഫർ മെമ്മറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഇവിടെ കണ്ടു, ടോട്ടൽ എന്നോട് ഉദ്ദേശിക്കുന്ന ടോട്ടൽ ഡിസ്പ്ലേസ് ദ ടോട്ടൽ ഇൻസ്റ്റാൾഡ് മെമ്മറി, അഥവാ മെമ്മറി ടോട്ടൽ ആൻഡ് സ്വാപ്പ് ടോട്ടൽ പ്രസൻറ്റ് ഇൻ പ്രോഗ് മെം ഇൻഫോ. ഓക്കെ, ഈ ഒരു ഫ്രീ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോക്ക് എന്നായിരുന്നു ഏതൊരു കമൻറ്റ് നമ്മൾ കഴിഞ്ഞ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എന്താണ്, പ്രോസസ്സിൻ്റെ സ്റ്റാറ്റസ് അല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, പ്രോക്ക് എന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ മെമ്മറിയെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഈ ടോട്ടൽ ഇൻഫോർമേഷൻസ് എടുക്കുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ ഹോമിലുള്ള /പ്രോക്കിൻ്റെ ഉള്ളിലുള്ള മെം ഇൻഫോ എന്നാണ്. ആ മെം ഇൻഫോയിലുള്ള സംഭവമാണ് ഈ ഒരു ഫ്രീ എന്നുള്ള കമൻറ്റ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോട്ടലിൻ്റെ എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നു, ടോട്ടലായിട്ടുള്ള ഇൻസ്റ്റാൾഡ് മെമ്മറി എത്രയാണ് എന്നുള്ളത് കാണിക്കും. അതിലെന്തായിരിക്കും, ആ ടോട്ടൽ ഇൻസ്റ്റാൾഡ് മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ്, സാധാരണ മെമ്മറി ടോട്ടലും പ്ലസ് സ്വാപ്പ് ടോട്ടലും കൂടി കൂട്ടിയിട്ടുള്ളതായിരിക്കും എന്ത്, ഇവിടുത്തെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ യൂസ്ഡ് അല്ലേ, ഈ രണ്ടാമത്തെ യൂസ്ഡ്. യൂസ്ഡ് എന്താണ് ഡിസ്പ്ലേ ചെയ്യുക, ദ യൂസ്ഡ് മെമ്മറി. ആ ടോട്ടൽ മെമ്മറിയിൽ നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും യൂസ്ഡിൻ്റെ താഴെ കാണിക്കുക. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇതാണ്, യൂസ്ഡ് ഇതാണ് കേട്ടോ, കുറച്ച് ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു ചെറിയൊരു ലേഔട്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദെൻ ഫ്രീ ഡിസ്പ്ലേഡ് ദ അൺയൂസ്ഡ് മെമ്മറി. ഫ്രീ എന്താ കാണിക്കുക, ഫ്രീ എന്നുള്ളതിൻ്റെ താഴെ കാണിക്കുന്നത് എന്തായിരിക്കും, അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി എത്രയുണ്ട്, അതിൻ്റെ എത്ര ബൈറ്റ്സ് ആണെന്നുള്ളതായിരിക്കും അവിടെ കാണിക്കുക, അതിൻ്റെ താഴെ കാണിക്കുക. ദെൻ അതേപോലെ തന്നെ ഷെയർഡ് ഡിസ്പ്ലേ എന്ത് ചെയ്യുന്നു, ദ മെമ്മറി യൂസ്ഡ് ബൈ TMPFS. എന്താണ്,
ഇത് എന്ത് ചെയ്യുന്നു, ടെമ്പററി FS അല്ലേ, അത് എന്ത് ചെയ്യുന്നു, അത് എത്ര മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നു. ഷെയ്ഡായിട്ടുള്ള ഈ ഒരു ഇതിലാണ് എന്തുണ്ടാവുക, നമ്മുടെ ഷെയ്ഡായിട്ടുള്ള മെമ്മറി എത്രയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. ഓക്കെ, അതൊക്കെ പ്രോക്ക് /meminfo എന്ന് നമുക്കത് കിട്ടുന്നതായിരിക്കും. അതിലുള്ള സംഭവമാണ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. സോ ദെൻ അടുത്തത് ഫിഫ്ത്ത് എന്താ, ബഫേഴ്സാണ്. ബഫേഴ്സ് എന്താണ് ഡിസ്പ്ലേ ചെയ്യുക, ദ മെമ്മറി യൂസ്ഡ് ബൈ കേർണൽ ബഫർ യൂസ് ചെയ്തിട്ടുള്ള മെമ്മറീസ് അത് എത്രയാണോ എന്നുള്ളത് അതും എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. സോ ഫ്രീ എന്നുള്ള കമാൻഡ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്ത ഫ്രീ കമാൻഡിൻ്റെ ഓപ്ഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓപ്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. സോ അതിൽ ഓരോന്നും എന്താ നമുക്ക് നോക്കാം. -b എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീ സ്പേസ് -b എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, -b എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈറ്റ്സ് ആണ്. ബൈറ്റ്സ് എന്നാണ് -b എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താ ഡിസ്പ്ലേ ചെയ്യുക, അത് മെമ്മറി ഇൻ ബൈറ്റ്സ് നമുക്ക് വേണ്ടത്. അപ്പം ഫ്രീ സ്പേസ് -b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ആ ടോട്ടൽ മെമ്മറി, യൂസ്ഡ് മെമ്മറി, ബഫർ മെമ്മറി, ഇങ്ങനെ ഓരോന്നും കാണിക്കും. ആ കാണിക്കുന്നതൊക്കെ എന്തിലായിരിക്കും, ബൈറ്റ്സിലായിരിക്കും. സോ ഇതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നതൊക്കെ എന്തായിരിക്കും, ബൈറ്റ്സിലുള്ള മെമ്മറീസ് ആയിരിക്കും കാണിക്കുക. ഫ്രീ സ്പേസ് -b എന്ന് യൂസ് ചെയ്താൽ. ഇനി ഫ്രീ സ്പേസ് -k ആണ് യൂസ് ചെയ്യുന്നത്, എന്താണ്, കിലോ ആണ്. കെയുടെ മീനിങ് ഡിസ്പ്ലേ ദ എമൗണ്ട് ഓഫ് മെമ്മറി ഇൻ കിലോ ബൈറ്റ്സിലായിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. -m ആണെങ്കിൽ മെഗാ ബൈറ്റ്സിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ എമൗണ്ട് ഓഫ് മെമ്മറി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. -g ആണെങ്കിൽ ജിഗാബൈറ്റ്സിലായിരിക്കും ആ എമൗണ്ട് ഓഫ് മെമ്മറി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. -t ആണെങ്കിൽ ടോട്ടൽ എന്നാണ് മീനിങ്. ഇറ്റ്സ് ആഡ് ആൻ അഡീഷണൽ ലൈൻ ഇൻ ദ ഔട്ട്പുട്ട് ഷോയിങ് ദ കോളംസ് ടോട്ടൽസ്. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നു, -t യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ റിസൾട്ടിൽ എന്ത് ചെയ്യുന്നു, ഒരു അഡീഷണൽ ലൈനും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളംസിൻ്റെ ടോട്ടൽസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ, ഓരോ കോളത്തിൻ്റെയും റിസൾട്ടിൽ ഓരോ കോളത്തിൻ്റെയും എന്താണ് ടോട്ടൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ ലൈനും കൂടി ഏതിൽ വരും, -t ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരും. അതുപോലെ തന്നെ -help എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഡിസ്പ്ലേ എ ഹെൽപ്പ് മെസ്സേജ് ആൻഡ് എക്സിറ്റ്. ഹെൽപ്പ് മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ -help ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുക, നമ്മളുടെ ഈ ഒരു കമൻറ്റിൻ്റെ കൂടെ, ഫ്രീ എന്നുള്ള കമൻറ്റിൻ്റെ കൂടെ. അതേപോലെ തന്നെ -v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വേർഷനാണ്. വേർഷൻ മീൻസ് എന്താ, ഡിസ്പ്ലേ വേർഷൻ, ഇൻഫോ ആൻഡ് എക്സിറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേർഷൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ, വേർഷൻ്റെ ID എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കാണിക്കും, എന്നിട്ട് എക്സിറ്റ് ആവും. അതാണ് അതിന് വേണ്ടിയിട്ടാണ് -v എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അത്രയും ഓപ്ഷൻസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ളത്, ക്ലിയർ എന്നുള്ള കമൻറ്റിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ല, ഫ്രീയുടെ കൂടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ കമൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് യൂണിക്സ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമാൻഡ് ദാറ്റ് ഈസ് യൂസ് ടു ക്ലിയർ ദ ടെർമിനൽ സ്ക്രീൻ. ഒന്നുമില്ല, ഇത് സിമ്പിളാണ്. ക്ലിയർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ടെർമിനൽ സ്ക്രീന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ടെർമിനലിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കതൊന്ന് ക്ലിയർ ചെയ്യണം. അത് കുറേ താഴേക്ക് ഇങ്ങനെ ചെയ്ത് കുറേ താഴെത്തിയിട്ടുണ്ട്. അപ്പോൾ മുകളിലുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം, ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിയർ എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുക. ആൾസോ ദ ക്ലിയർ കമാൻഡ് ഡസ് നോട്ട് ടേക്ക് എനി ആർഗ്യുമെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് സിമിലർ CLS കമാൻഡ് ഓൺ എ നമ്പർ ഓഫ് അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഇതിലും എന്തില്ല, കുറേ ക്ലിയർ കമാൻഡ്സിന് ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, സിംപ്ലി ക്ലിയർ എന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇതും എന്താണ്, നമ്മളുടെ CLS കമാൻഡ് കേട്ടിട്ടുണ്ടാവും, പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും CLS ക്ലിയർ സ്ക്രീൻ കമാൻഡ് ഉണ്ടല്ലോ. സോ അതിന് എന്താണ്, സിമിലർ ആയിട്ടാണ് ഇവിടെ ഈ ഒരു യുണിക്സ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസിലൊക്കെ ക്ലിയർ കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിൻടാക്സ് എങ്ങനെയാണ്, സിംപ്ലി ക്ലിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കൂ, ടെർമിനൽ ബിഫോർ എക്സിക്യൂട്ടിംഗ്, ക്ലിയർ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ക്ലിയർ എന്ന് കൊടുത്തതോടുകൂടി എന്തായി, മുകളിൽ കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ക്ലിയർ ആയി. അതാണ് ടെർമിനൽ ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ക്ലിയർ കമാൻഡ് ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക, ഒന്നും ഉണ്ടാവില്ല. ദെൻ എക്കോ കമാൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ജസ്റ്റ് കുറച്ചുകൂടി കാര്യങ്ങൾ എക്സ്ട്രാ പറയാം. എക്കോ കമാൻഡ് എന്നുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഡിസ്പ്ലേ ലൈൻ ഓഫ് ടെക്സ്റ്റ് ഓർ സ്ട്രിങ് ദാറ്റ് ആർ പാസ്ഡ് ആസ് എൻ ആർഗ്യുമെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കോ കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സംതിങ് ഡിസ്പ്ലേ ചെയ്യാനാണ്. ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങോ ഒക്കെ ലൈൻ ഓഫ് ടെക്സ്റ്റോ അല്ലെങ്കിൽ സ്ട്രിങ്ങോ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എക്കോ സ്പേസ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു അല്ലേ, എന്തായിരുന്നു, ഒരു സ്ട്രിങ് ആയിരുന്നു, ഡബിൾ കോട്ട്സിലിട്ട് കൊടുത്താണ്ട് നമുക്കത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി എക്കോ ഒരു വേരിയബിളിൻ്റെ പേരെടുത്താൽ എന്ത് ചെയ്യും, ആ വേരിയബിളിലുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, പ്രിൻ്റ് ആവും. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആർഗ്യുമെൻ്റൊക്കെ പാസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, സ്ട്രിങ്സോ ടെക്സ്റ്റോ വേരിയബിൾസോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എക്കോ യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് എ ബിൽഡ് ഇൻ കമാൻഡ്. ഒരു ബിൽഡ് ഇൻ കമാൻഡാണ്. ദാറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഷെല്ലിൽ യൂസ് ചെയ്യുന്ന ഒരു ബിൽഡ് ഇൻ കമാൻഡാണ് എക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ബാച്ച് ഫയൽ ടു ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടെക്സ്റ്റ് ടു ദ സ്ക്രീൻ ഓർ എ ഫയൽ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസിങ് ഷെൽ സ്ക്രിപ്റ്റ് ആൻഡ് ബാച്ച് ഫയൽസ് ടു ഔട്ട്പുട്ട്. നമുക്കിത് എന്ത് ചെയ്യും? എക്കോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാച്ച് ഫയലിലോട്ട് അല്ലേ എന്ത് ചെയ്യുന്നു, സ്ക്രീനിൽ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫയലിലോട്ട് നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി എക്കോയുടെ സിൻടാക്സ് നോക്കാം. ഇതൊക്കെ നമുക്കറിയുന്നതാണ്. എക്കോ സ്പേസ് ഓപ്ഷൻസ് സ്പേസ് സ്ട്രിങ്സ് ആണ്. ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സ്ട്രാ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫീച്ചേഴ്സ് എക്കോയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രിങ് ആണ്. സ്ട്രിങ് നമുക്ക് എക്കോ കഴിഞ്ഞിട്ട് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് പ്രിൻ്റ് ആവും അല്ലേ? ആ സംഭവമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിൻടാക്സ് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നോക്കാം. ഓപ്ഷൻസ് ഓഫ് എക്കോ കമാൻഡ്സ്. ഈ ഓപ്ഷൻസ് ഏതൊക്കെയാണ് എക്കോൻ്റെ കൂടെ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് നോക്കാനുള്ളത്. ഇവിടെ -e എന്നുള്ളത് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഹിയർ എനേബിൾസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് \escapes. എന്താണ് -e നമ്മൾ ഉപയോഗിക്കുന്നത്? അത് എന്താണ് എനേബിൾ ചെയ്യുന്നത്? ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് \escape ആണ്. / ഉണ്ടല്ലോ, ആ \escapesനെ എന്ത് ചെയ്യുന്നു? ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് -e നമ്മൾ ഉപയോഗിക്കുന്നത്. അഥവാ \/ എന്ത് ചെയ്യണം? എന്ത് ചെയ്യുന്നു? ഈ നമ്മൾ പറഞ്ഞു ഈ ഒരു എന്താണ് ഷെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ എന്താണ് ഇൻ്റർപ്രിറ്റർ ആണ് അല്ലേ? അവിടെ എന്തില്ല, കമ്പൈലർ ഇല്ല. സോ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ സാധാരണ രീതിയിൽ \/ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ മെയിൻ ചെയ്യില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇവിടെ \/ മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ -e എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്? ഈ എക്കോയുടെ കൂടെ ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് /b ആണ്. /b എന്നോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റിമൂവ്സ് ആൾ സ്പേസസ് ഇൻ ബിറ്റ്വീൻ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പോൾ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എന്താണ് ഓപ്ഷനാണ് /b എന്നുള്ളത്. ഇവിടെ നോക്കൂ, യൂസ് ചെയ്ത് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്കോ സ്പേസ് -e എന്താണ് കൊടുക്കുന്നത്? \നെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. \/ നമ്മൾ ഓരോന്നിൻ്റെ കേസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് -e കൊടുക്കണം. ദെൻ സ്പേസ് ഇടുന്നു. ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ AB എന്നുള്ളൊരു സ്ട്രിങ് എഴുതിയിട്ടുണ്ട്. സ്പേസ് ഇട്ട് /b CD/b EF എന്ന് എഴുതി. സോ ഇതിൻ്റെ ഇടയിലൊക്കെ സ്പേസ് ഉണ്ട്. ഈ സ്പേസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് /b. AB കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്, CD കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്പേസിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ /b എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഈ ഒരു എക്കോയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ABCDEF എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. സോ സ്പേസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ /b ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ /n നമ്മൾ ഉപയോഗിക്കുന്നത് ദിസ് ഓപ്ഷൻ ക്രിയേറ്റ് ന്യൂ ലൈൻ ഫ്രം വേർ ഇറ്റ് ഈസ് യൂസ്ഡ്. പുതിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് /n. സോ എക്കോ ഇവിടെ നോക്കൂ, -e കൊടുക്കണം. കാരണം എന്താ, / നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ABC സ്പേസ് /DF. അപ്പോൾ എങ്ങനെ ഔട്ട്പുട്ട് വരിക? ഒന്ന് എന്ത് ചെയ്യുന്നു? പുതിയ ABC ഒരു ലൈനിൽ വരും, DF എന്ത് ചെയ്യും? അടുത്ത ലൈനിൽ വരുന്ന രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടുക. അടുത്ത /t നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? യൂസ് ടു ക്രിയേറ്റ് ഹൊറിസോണ്ടൽ ടാബ് സ്പേസസ്. ഹൊറിസോണ്ടൽ ടാബ് സ്പേസസിൽ ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? /t ഉപയോഗിച്ചാൽ മതി. ഇവിടെ നോക്കൂ, എക്സാമ്പിൾ എക്കോ -e ഡബിൾ കോഡ്സിൽ ABC/TDF. അപ്പോൾ എന്ത് ചെയ്യുന്നു? ABC വരും. ദെൻ ഹൊറിസോണ്ടലിൽ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് എന്ത് വരും? ABC കഴിഞ്ഞിട്ട് നേരെ താഴത്ത് ഈ ഒരു ഭാഗത്ത് DF എന്നുള്ള രീതിയിൽ വരും. സോ ഹൊറിസോണ്ടൽ ടാബ് സ്പേസിനാണ് നമ്മൾ /t ഉപയോഗിക്കുന്നത്. ദെൻ /v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വെർട്ടിക്കൽ ടാബ് സ്പേസ്. വെർട്ടിക്കൽ ടാബ് സ്പേസിനാണ് നമ്മൾ /v യൂസ് ചെയ്യുന്നത്. സോ ABC കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ABC കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വരാനാണ് /t. ABC കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് താഴെ വരാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു /v ആണ് ഉപയോഗിക്കുക. ദെൻ alter return with backspace interpreter -e to have a sound alert. അലേർട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? അലേർട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ. സോ അലേർട്ട് യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന എന്താണ്? -e കൂടെ നമുക്ക് ആ ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യും? ടു ഹാവ് സൗണ്ട് അലേർട്ടും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്കോയുടെ കൂടെ സൗണ്ട് അലേർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലേർട്ട് എന്നുള്ളത് യൂസ് ചെയ്താൽ മതി. ദെൻ അതുപോലെ തന്നെ എക്കോ സ്പേസ് സ്റ്റാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം എല്ലാ ഫയൽസിനും ഫോൾഡേഴ്സിനും. ഇനി നമുക്ക് എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എക്കോ സ്പേസ് ഇട്ടിട്ട് സ്റ്റാർ കൊടുത്താൽ എന്ത് ചെയ്യും? എല്ലാ ഫയൽസിനും ഫോൾഡേഴ്സിനും, അത് എവിടെയാണുള്ളത് അവിടുത്തെ എല്ലാ ഫയൽസിനും ഫോൾഡേഴ്സിനും അവിടെ പ്രിൻ്റ് ചെയ്യിക്കും. നമ്മൾ LS കമാൻഡിന് എന്താണ് സിമിലർ ആയിട്ടുള്ളൊരു കമാൻഡാണ് എക്കോ സ്പേസ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നമുക്ക് നോക്കാനുള്ളത് മോ കമാൻഡിനെ കുറിച്ചിട്ടാണ്.
ദെൻ മോർ കമാൻഡ് എന്നിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു വ്യൂ ദ ടെക്സ്റ്റ് ഫയൽസ് ഇൻ ദ കമാൻഡ് പ്രോംപ്റ്റ്. കമാൻഡ് പ്രോംപ്റ്റിൽ എന്താണ് ടെക്സ്റ്റ് ഫയൽസിന് വ്യൂ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് മോർ കമാൻഡ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിങ് വൺ സ്ക്രീൻ അറ്റ് എ ടൈം ഇൻ കേസ് ഓഫ് ദ ഫയൽ ഈസ് ലാർജ്. ഫയൽ ലാർജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, വൺ ടൈം ആയിട്ട് എന്ത് ചെയ്യുന്നു, അറ്റ് എ ടൈം ഇൻ ദ കേസ് ദ ഫയൽ ഈസ് ലാർജ് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ വൺ സ്ക്രീൻ അറ്റ് എ ടൈം, ഒരു സ്ക്രീന് അറ്റ് എ ടൈമിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ലോഗ് ഫയൽസിനെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫയൽസിനെയൊക്കെ നമുക്ക് വ്യൂ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമൻറ്റാണ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് മോർ എന്നുള്ള കമാൻഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക, ടെക്സ്റ്റ് ഫയൽസിനും അതുപോലെ തന്നെ കമാൻഡ് പ്രോംപ്റ്റിൽ ടെക്സ്റ്റ് ഫയൽസിനും അതുപോലെ തന്നെ കമാൻഡ് പ്രോംപ്റ്റിൽ ടെക്സ്റ്റ് ഫയൽസിനെയും അതുപോലെ ലോഗ് ഫയൽസിനൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമൻസ് ആണ് മോർ കമൻസ്. ലോഗ് ഫയൽസ് എന്ന് പറഞ്ഞാൽ വലിയ കുറേ ലാർജ് ഫയലായിരിക്കും. ആ കേസിലൊക്കെ നമുക്കത് ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ എന്ത് ചെയ്യുന്നു, അറ്റ് എ ടൈമിൽ ഒരു സ്ക്രീനിൽ ഈ ഒരു ലോഗ് ഫയൽസിനെ ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് മോർ കമാൻഡ് ഉപയോഗിക്കാൻ പറ്റും. ദ മോർ കമാൻഡ് ആൾസോ അലോ ദ യൂസർ ഡു സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ ത്രൂ ദ പേജ്. മോർ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോർ കമാൻഡ് നമുക്ക് അലോ ചെയ്യുന്നുണ്ട്. അലോ ചെയ്യുന്നുണ്ട്, സ്ക്രോൾ അപ്പ്, മുകൾക്കും താഴേക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഏത് ഒരു പേജിൽ തന്നെ അതിനെ സഹായിക്കുന്ന ഒരു കമാൻഡാണ് മോർ കമാൻഡ്. ഓക്കെ, മോറിൻ്റെ സിൻടാക്സോട് നോക്കൂ. മോർ സ്പേസ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ നമ്പർ പ്ലസ് പാറ്റേൺ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ലൈൻ നമ്പർ, ഫയൽ നെയിമും ഒക്കെ നമുക്ക് എന്തിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റും, ഈ മോറിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റും. ഓപ്ഷൻസ് നമുക്കിവിടെ മോറിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. എനി ഓപ്ഷൻ ദാറ്റ് യു വാണ്ട് ടു യൂസ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ വേ ദ ഫയൽ ഇസ് ഡിസ്പ്ലേഡ്. ഏത് ഓർഡറിലാണ് ഫയൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൊടുക്കുക ഈ ഓപ്ഷൻസിൻ്റെ അവിടെയാണ്. ചൂസ് എനി വൺ ഫ്രം ദ ഫോളോയിങ്. -d ഉപയോഗിക്കാം, -l ഉപയോഗിക്കാം, -f ഉപയോഗിക്കാം, -p, -c, -s, -u. ഇതൊക്കെ ഓരോ ഓപ്ഷൻസാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ബാക്കിയുള്ള കമൻസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ഓരോ ഓപ്ഷൻസാണത്. അതുപോലെ തന്നെ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് യു വാണ്ട് ടു ഡിസ്പ്ലേ പെർ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട നമ്പർ, ഇപ്പോൾ 5 ലൈൻസ് എനിക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി ആ ഫയലിലുള്ള, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് കൊടുത്താൽ മതി, 5 കൊടുത്താൽ മതി. അതുപോലെ തന്നെ പാറ്റേൺ, റീപ്ലേസ് ദ പാറ്റേൺ വിത്ത് എനി സ്ട്രിങ് ദാറ്റ് യു വാണ്ട് ടു ഫൈൻഡ് ദ ടെക്സ്റ്റ് ഫയൽ. അതുപോലെ തന്നെ ഏത് പാറ്റേണിലാണ് നമുക്ക് ആ ടെക്സ്റ്റ് ഫയൽ വ്യൂ ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ കൊടുത്താൽ മതി, ഈ പാറ്റേണിൽ കൊടുത്താൽ മതി. അടുത്തത് ലൈൻ നമ്പറാണ്. യൂസ് ദ ലൈൻ നമ്പർ ഫ്രം വേർ യു വാണ്ട് ടു സ്റ്റാർട്ട് ഡിസ്പ്ലേ ഇൻ ദ ടെക്സ്റ്റ് കണ്ടന്റ്. അതുപോലെ തന്നെ ഒരു ഫയലിലുള്ള ഇപ്പം 5th ലൈൻ തൊട്ടിട്ട് എനിക്ക് മതി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ 5 കൊടുത്താൽ മതി. അതാണ് ലൈൻ നമ്പർ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഫയൽ നെയിം ഓഫ് ദ ഫയൽ കണ്ടെയ്നിങ് ദ ടെക്സ്റ്റ് ദാറ്റ് യു വാണ്ട് ടു ഡിസ്പ്ലേ ഓൺ ദ സ്ക്രീൻ. അതേപോലെ തന്നെ ഇവിടെയാണ് ലാസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും, ഫയലിൻ്റെ പേര് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിലുള്ള കണ്ടന്റ് ആയിരിക്കും നമുക്ക് ടെക്സ്റ്റായിട്ട് നമ്മളുടെ പ്രോംപ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു മോറിൻ്റെ എന്ത് ചെയ്യുക, സിൻടാക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിൽ ഓപ്ഷൻസ് വരും, നമ്പർ വരും, പാറ്റേൺ വരും. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ ഇതിൽ ഈ ഒരു കാര്യങ്ങൾ -t, -l, -f ഇതൊക്കെ ഓരോന്നും എന്താണ്, ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദിസ് ഓപ്ഷൻ ഡസ് നോട്ട് റാപ്പ് ദ ലോങ് ലൈൻസ് ആൻഡ് ഡിസ്പ്ലേ ദം ആസ് സച്ച്. -p എന്താണ്, ക്ലിയർ ദ സ്ക്രീൻ ആൻഡ് ദെൻ ഡിസ്പ്ലേ ദ ടെക്സ്റ്റ്. -p നമ്മൾ ഉപയോഗിക്കുന്നത് അതിലുള്ള മൊത്തം ക്ലിയർ ചെയ്തിട്ട് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. -c ആണെങ്കിലോ, കമാൻഡ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ ദ പേജസ് ഓൺ ദ സെയിം ഏരിയ ബൈ ഓവർലാപ്പിംഗ് ദ പ്രീവിയസ് ഡിസ്പ്ലേയിങ് ടെക്സ്റ്റ്. അതേപോലെ തന്നെ -s ആണെങ്കിൽ മൾട്ടിപ്പിൾ ബ്ലാങ്ക്സ് ലൈൻസിനെ സിംഗിൾ ബാങ്ക് ലൈൻസ് ആക്കാൻ വേണ്ടിയിട്ട്. -u ആണെങ്കിൽ ദിസ് ഓപ്ഷൻ ഒമിറ്റ് ദ അണ്ടർലൈൻസിന് ഒഴിവാക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിൽ -u ഉപയോഗിക്കും. -+num ആണെങ്കിൽ ദിസ് ഓപ്ഷൻ ഡിസ്പ്ലേ ദ ടെക്സ്റ്റ് ആഫ്റ്റർ ദ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ലൈൻസ്. ആ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് +num ഉപയോഗിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇത് ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.